കേബിൾ ടി.വി. രംഗത്തെ കോർപ്പറേറ്റ് കടന്നുകയറ്റത്തെ ശക്തമായി പ്രതിരോധിക്കാൻ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി മുന്നോട്ടു പോകുമെന്ന് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി.വി. ശൃംഖലയെ തകർക്കാൻ സർക്കാർ സംവിധാനങ്ങളും കൂട്ടുനിൽക്കുകയാണെന്നും ഇതിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഡിജിറ്റൽ കേബിൾ ടി.വി. ബ്രോഡ്ബാൻഡ് മേഖലകളിൽ കോർപ്പറേറ്റ് കടന്നുകയറ്റം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇത് പ്രതിരോധിക്കാൻ നൂതന ആശയങ്ങൾ പയറ്റാനാണ് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. വിനോദസഞ്ചാര മേഖലയിലും ഉപഭോക്തൃ വിപണന രംഗത്തും കൂടുതൽ പദ്ധതികൾ നടപ്പാക്കി ജനകീയ ബദൽ സംവിധാനം രൂപപ്പെടുത്തുമെന്ന് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയായ ടൂറിസം മേഖലയിലേക്കും അതേപോലെ തന്നെ കൺസ്യൂമർ മാർക്കറ്റിംഗ് രംഗത്തേക്കും അടക്കം കടന്നു വന്നുകൊണ്ട് കോർപ്പറേറ്റുകൾ ഏതൊക്കെ രീതിയിലാണോ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്തുകൊണ്ട് വിവിധ മേഖലകളിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് അതിനൊക്കെ ബദലാവുന്ന രീതിയിൽ കേരളത്തിലൊരു ബദൽ സംവിധാനം ഉയർത്തിക്കൊണ്ടുവരിക, ഒരു ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തു നിന്നും ചെറുകിട കേബിൾ ടി.വി. മേഖലയെ തകർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായും ആരോപണമുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സംഘടനാ നേതൃത്വം വ്യക്തമാക്കി. കേരളത്തിലെ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. വൈദ്യുതി പോസ്റ്റുകൾ കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈദ്യുതി ബോർഡ് ചെറുകിട കേബിൾ ടി.വി. ഓപ്പറേറ്റർമാരോട് കാണിക്കുന്ന ഒരു സമീപനം, അത് ജിയോ അടക്കമുള്ള കോർപ്പറേറ്റുകളോട് കാണിക്കുന്ന സമീപനമല്ല കേരളത്തിലെ ചെറുകിട കേബിൾ ടി.വി. ഓപ്പറേറ്റർമാരോട് കാണിക്കുന്നത്. ഗ്രാമങ്ങളിൽ മാത്രമല്ല, ആദിവാസി കോളനികൾ അടക്കമുള്ളിടത്ത് ഈ സർവീസ് നടത്തുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് അതിനോട് സഹകരിക്കുന്നതിന് പകരം ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാൻ കഴിയുമോ അതൊക്കെ, അത് നിരക്ക് വർധനവിൻ്റെ രൂപത്തിലായിക്കോട്ടെ, കേബിളുകൾ ഒന്നിലധികം കേബിളുകൾ ഉപയോഗിക്കുന്നതിന് അധിക വാടക വാങ്ങിക്കുന്നതിനായിക്കോട്ടെ, അതേപോലെ തന്നെ ഇൻ്റർനെറ്റിനും കേബിളിനും 2 വാടക വേണമെന്നുള്ള ആവശ്യം അടക്കം ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് വൈദ്യുതി ബോർഡ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാം സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കോട്ടയം പൂഞ്ഞാർ സ്വദേശിയായ പ്രവീൺ മോഹനൻ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയായി പി.ബി. സുരേഷും ചുമതലയേറ്റു. അമൃത ന്യൂസ്, കോട്ടയം.